Dear students, previous classൽ നമ്മൾ ഓഫർ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഡിലൈഡ് ഓർ ലോസ്റ്റ് ഇൻ പോസ്റ്റൽ ട്രാൻസിറ്റ്. അപ്പം നമുക്കറിയാം കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അറ്റ് ഡിസ്റ്റൻസ് പ്ലേസിലാണെങ്കിൽ അവരുടെ ഓഫറും അക്സെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബൈ പോസ്റ്റ് ആയിരിക്കും. സോ അക്സെപ്റ്റർക്ക് അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യണം. സോ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ടാകാം. അതായത് ആ ലെറ്റർ എന്ന് പറയുന്നത് ഓഫറിൻ്റെ കയ്യിലെത്തുന്നതിന് ഡിലേ വരാം, അല്ലെങ്കിൽ ആ ലെറ്റർ ഇടയിൽ വെച്ചിട്ട് ലോസ്റ്റായി പോയിട്ടുണ്ടാവാം. ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ അക്സെപ്റ്റൻസ് വാലിഡ് ആവോ ഇല്ലയോ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളിലൂടെ പറയാം, എ ബിക്ക് ഒരു ഓഫർ കൊടുത്തു, ത്രൂ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. സോ ബിക്ക് എന്ത് ചെയ്യണം? ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തത് ബിക്ക് എനെ ഇൻഫോം ചെയ്യണമെങ്കിൽ ഒരു ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ബി എന്ത് ചെയ്തു? ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്തു. പക്ഷേ ഇടയിൽ വെച്ചിട്ട് എന്ത് പറ്റി? ആ ലെറ്റർ കാണാതെയായി, ലോസായിപ്പോയി. സോ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ബി ആ ലെറ്ററിൽ എയുടെ അഡ്രസ്സ് കറക്റ്റായി എഴുതിയിട്ടുണ്ട്, അതുമായിട്ട് തന്നെ സഫിഷ്യൻറ്റ് സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ആ ലെറ്റർ ലോസായി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു അക്സെപ്റ്റൻസ് വാലിഡ് അക്സെപ്റ്റൻസ് ആണ്. സോ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിയുടെ പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ബിയുടെ അഡ്രസ്സ് ഇപ്പോൾ കറക്റ്റായി എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ അക്സെപ്റ്റൻസ് വാലിഡ് അക്സെപ്റ്റൻസ് ആണ്. അടുത്തത് കോൺട്രാക്റ്റ് ഓവർ ടെലിഫോൺ ഓർ ടെലക്സ്. അതായത് ഇപ്പം നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ടെലിഫോണിലൂടെയും എൻ്റർ ചെയ്യാം. അങ്ങനെ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നത് ത്രൂ ടെലിഫോൺ ആണെങ്കിൽ സെയിം എഫക്റ്റ്, അതായത് ആ കോൺട്രാക്റ്റും പാർട്ടീസ് ഫേസ് ടു ഫേസിൽ ഇരുന്നിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് ടെലിഫോൺ വഴി കോൺട്രാക്റ്റ് എൻ്റർ ചെയ്താലും ഉണ്ടാകുക. വേറൊരു ചേഞ്ചസും ഇല്ല. നെക്സ്റ്റ്, വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്, അല്ലെങ്കിൽ റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ, ദാറ്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ആൻ ഓഫർ. അപ്പം നമ്മൾ കൊടുത്തൊരു ഓഫർ ക്യാൻസൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ ക്യാൻസലായി പോകാൻ ഒരുപാട് വേസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഒരു ഓഫർ ക്യാൻസലായി പോവുക എന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. അതായത് ഞാനൊരു ഓഫർ അനദർ പേഴ്സണ് കൊടുത്തു, പിന്നീട് എനിക്ക് തോന്നുകയാണ് ആ ഓഫർ എനിക്ക് ക്യാൻസൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതർ പേഴ്സൺ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റിവോക്കേഷൻ ചെയ്തു എന്ന് പറഞ്ഞൊരു നോട്ടീസ് അതർ പേഴ്സണ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഓഫർ ക്യാൻസൽ ചെയ്യാം. അതായത് അതർ പേഴ്സൺ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിരിക്കണം ഞാൻ ആ നോട്ടീസ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതർ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ നോട്ടീസ് സെൻഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, എനിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടി വരും. സോ അതർ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിക്ക് ഒരു ഓഫർ കൊടുത്തു, പിന്നീട് എക്ക് തോന്നുകയാണ് അയ്യോ ഓഫർ കൊടുക്കേണ്ടിയിരുന്നില്ല, എനിക്ക് ക്യാൻസൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ബി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്ക് എന്ത് ചെയ്യണം? ആ നോട്ടീസ്, അതായത് ഞാൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബിക്ക് സെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫർ അവിടെ ക്യാൻസലായിപ്പോയി, ലാപ്സായിപ്പോയി. ദെൻ നെക്സ്റ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം. അതായത് ഒരു ഓഫർ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്സെപ്റ്റർ ആ ടൈമിനുള്ളിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ ലാപ്സായി പോവും, ക്യാൻസലായി പോവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിക്ക് ഒരു സ്കൂട്ടർ കൊടുത്തു, സ്കൂട്ടർ ഓഫർ ചെയ്തു. അപ്പോൾ ഓഫർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 ഡേയ്സിനുള്ളിൽ പറയണം സ്കൂട്ടർ വേണോ വേണ്ടയോ എന്നുള്ളത് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി 2 ഡേയ്സായിട്ട് ഒരു ആൻസറും കൊടുത്തിട്ടില്ല, റിപ്ലൈയും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 2 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ ലാപ്സായി പോകും. Then next, by the filer of acceptor to fulfill a condition preceding to the acceptance. അതായത് ഒരു പേഴ്സൺ ഓഫർ കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഓഫർ ലാപ്സായി പോകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ബിൽഡിങ് എ ബിക്ക് ഓഫർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓഫർ വിത്തിൻ 1 മന്തിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്യണം,
അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ 20,000 റുപ്പീസ് ആസ് അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് തരണം എന്നുള്ളത്. ബി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ 20,000 റുപ്പീസ് എന്ത് ചെയ്തിട്ടില്ല, അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. എങ്കിൽ ആ ഓഫർ 20,000 പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് ആ ഓഫർ അവിടെ ലാപ്സായി പോയി. കാരണം അവിടെ കണ്ടീഷൻ പറഞ്ഞത് അക്സെപ്റ്ററായിട്ടുള്ള ബി ഫുൾഫിൽ ചെയ്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രൊപ്പോസർ. അതായത് ഒരു ഓഫർ, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഓഫർ ബിക്ക് കൊടുത്തു. ബി അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എയുടെ ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇൻസെയിനായി എന്ന് വിചാരിക്കുക. ബി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എയുടെ ഡെത്ത് നടന്ന കാര്യം ബി അറിഞ്ഞു എങ്കിൽ എയുടെ ഓഫർ ലാപ്സായി പോയി. കാരണം എക്ക് പിന്നീട് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ലിഗേഷൻ ഒന്നും ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ്, ബൈ കൗണ്ടർ ഓഫർ. അപ്പോൾ ഒരു കൗണ്ടർ ഓഫർ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒറിജിനൽ ഓഫർ എന്തായി പോകും, ലാപ്സായി പോകും. കൗണ്ടർ ഓഫർ മീൻസ് ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് വെൻ ന്യൂ ഓഫർ ഈസ് മെയ്ഡ്, ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ ഓഫർ. സോ നമ്മുടെ ഒരു ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഓഫർ അനദർ പേഴ്സൺ, അതായത് അക്സെപ്റ്റർ തരികയാണെങ്കിൽ അത് കൗണ്ടർ ഓഫറാണ്. അത് നമ്മുടെ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ആകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിക്ക് 25 ലക്കിന് അയാളുടെ ഹൗസ് ഓഫർ ചെയ്തു. പക്ഷേ ബി എന്താ പറയുന്നത്, ഞാൻ 25 ലക്കിന് പർച്ചേസ് ചെയ്യില്ല, പകരം 20 ലാക്സിന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിയുടെ രണ്ടാമത്തെ ഈ 20 ലാക്സിന് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞത് കൗണ്ടർ ഓഫറാണ്. സോ എയുടെ ഓഫർ ഇവിടെ എന്തായിപ്പോയി, ലാപ്സായിപ്പോയി. അപ്പോൾ ഈ കൗണ്ടർ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഓഫർ അല്ലെങ്കിൽ എയുടെ ഓഫർ എന്തായി പോകും, ക്യാൻസലായി പോകും. ഒരു കോൺട്രാക്റ്റ് അവർക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അവർ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് നടത്തണം. ദെൻ ബൈ റിജക്ഷൻ, ഒരു ഓഫർ അതർ പാർട്ടി അക്സെപ്റ്റർ റിജക്റ്റ് ചെയ്താലും, നമ്മുടെ ഒരു ഓഫർ അക്സെപ്റ്റർ റിജക്റ്റ് ചെയ്താലും നമ്മുടെ ഓഫർ ലാപ്സായി പോകും അല്ലെങ്കിൽ ക്യാൻസലായി പോകും. അവർ മേ ബി എക്സ്പ്രസ്ലി അത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ സർട്ടൻ കണ്ടീഷൻ അവിടെ വയ്ക്കും. അങ്ങനെ സർട്ടൻ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താകും, അതൊരു കൗണ്ടർ ഓഫറായി മാറും, വീണ്ടും നമ്മുടെ ഒറിജിനൽ ഓഫർ ക്യാൻസലാകും. അപ്പോൾ ബൈ റിജക്ഷൻ നമ്മുടെ ഓഫർ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. Then next, an offer lapses by subsequent illegality or destruction of the subject matter. അതായത് ഒരു പേഴ്സൺ ഒരു ഓഫർ കൊടുത്തു, ആ ഓഫർ അതർ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഓഫർ ഇല്ലീഗലായി, അല്ലെങ്കിൽ അതർ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഓഫറിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രോയ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഓഫർ ലാപ്സ് ആകും അല്ലെങ്കിൽ ഓഫർ ക്യാൻസലാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആന്ധ്രാപ്രദേശ് അല്ലേ, ആന്ധ്രാപ്രദേശിലുള്ള എയും കേരളത്തിലുള്ള ബിയും കൂടിയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. ബിക്ക് 5,000 ബാഗ്സ് ഓഫ് റൈസാണ് ഓഫർ ചെയ്തത്. പക്ഷേ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് റൈസ് പ്രൊഹിബിറ്റ് ചെയ്തു. സോ കൊടുത്ത ഓഫർ അവിടെ എന്തായി, ഇല്ലീഗലായി. സോ ആ ഓഫർ ലാപ്സായി അല്ലെങ്കിൽ ക്യാൻസലായി. വേറൊരു എക്സാമ്പിൾ നോക്കാം. തമിഴ്നാട്ടിലുള്ള കേരളത്തിലുള്ള ബിക്ക് എന്ത് കൊടുക്കുകയാണ്, കാർ സെയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ എയുടെ ഓഫർ ബി അക്സെപ്റ്റ് ചെയ്യുമ്പോഴേക്കും എയുടെ കയ്യിലുള്ള കാറ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, അതായത് ഡിസ്ട്രോയ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, കാറാണ്. കാറ് ഡിസ്ട്രോയ് ആയി. അങ്ങനെയാണെങ്കിലും ഓഫർ എന്തായി പോകും, ലാപ്സായി പോകും, ക്യാൻസലായി പോകും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ ആൻഡ് ഓർ റിവോക്കേഷൻ ഓഫ് ആൻ ഓഫറാണ്. അതായത് എപ്പോഴാണ് നമ്മുടെ ഓഫർ ക്യാൻസലാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ എപ്പോഴാണ് കംസ് ടു ആൻ എൻഡ്, അതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് വേയ്സ് നോക്കി. ഫസ്റ്റ് വേയ്സ് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, ദെൻ ബൈ ലാപ്സ് ഓഫ് ടൈം, then by the filer of acceptor to fulfill condition precedent to the acceptance, by death or insanity of the proposer, by counter offer, by rejection, an offer lapses by subsequent illegality or destruction of subject matter. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. നല്ലപോലെ നിങ്ങൾ വീഡിയോ റിപ്പീറ്റായി കാണുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ എക്സാമ്പിളുണ്ട്, എക്സാമ്പിളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പം നമുക്ക് ഒന്നും കൂടി നല്ലപോലെ മനസ്സിലാവും.
സോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന 3rd ചാപ്റ്ററാണ്. നമുക്കറിയാം ഓഫർ എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ വില്ലിങ്നെസ് നമ്മൾ അതർ പേഴ്സൺ ഇൻഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുക. അതായത് ഞാൻ എൻ്റെ പർട്ടിക്കുലർ ഗുഡ്സ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് മറ്റൊരു പേഴ്സൺ ഇൻഫോം ചെയ്യുന്നതിനെയാണ് ഓഫർ എന്ന് പറയുക. അല്ലാതെ നമ്മൾ ആ ഗുഡ്സ് അവിടെ കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓഫർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓഫറിൻ്റെ അക്സെപ്റ്റൻസ് നോക്കി. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ഓഫർ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ എന്ന് പറയും. അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫറിനെ നമ്മൾ പ്രോമിസ് എന്ന് പറയും. ദെൻ വാലിഡ് ഓഫറിന് ഉണ്ടാവുന്ന ലീഗൽ റൂൾസ് നോക്കി. ദെൻ ടൈപ്സ് ഓഫ് ഓഫർ നോക്കി. ദെൻ അക്സെപ്റ്റൻസ് നോക്കി. ദെൻ എസെൻഷ്യൽസ് ഓഫ് അക്സെപ്റ്റൻസ് നോക്കി. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫർ ആൻഡ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് ഓഫറൊക്കെ നോക്കി. ദെൻ അവസാനം വെൻ ആൻ ഓഫർ കംസ് ടു ആൻ എൻഡും നോക്കി. അതായത് എപ്പോഴാണോ ഒരു ഓഫർ ക്യാൻസൽ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് മറ്റുള്ള സബ്ജക്റ്റിനെ പോലെ അത്ര എളുപ്പമല്ല. കുറച്ച് സ്റ്റാൻഡേർഡ് ലാംഗ്വേജസൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ഇത് ലോ ആണ്. സോ നല്ലപോലെ പഠിച്ചാലേ നമുക്ക് ഇത് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ അത് എക്സാമിന് എഴുതാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. സോ എല്ലാവരും നല്ലപോലെ വായിച്ച് പഠിക്കുക.